ഹംസേ, ബോർഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ? ബോർഡ് പിന്നെ ബസ്സിന്റെ അത്ര വലിപ്പുണ്ടാവും. ഒരു ബസ്സിന്റെ ഓഫീസിന് ഈ ബോർഡൊക്കെ തന്നെ ധാരാളം. ഒരു ബസ് ഇപ്പോ നാളെ അത് 4, 10, 50 ഒക്കെ ആയിക്കൊടുന്നില്ലല്ലോ. സഹായിക്കട്ടെ. അതെ. ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ കൂടെ വിളിക്കായിരുന്നു അല്ലേ? അതൊക്കെ വലിയ ചെലവുള്ള സംഗതിയല്ല. നമുക്ക് നേരെ മട്ടത്തിൽ അങ്ങനെ പോയാ പോരാ. പിന്നെ കണ്ടക്ടർ പണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആരെന്നായാലും ശരി 10,000 ഉറുപ്പ്യ കുറഞ്ഞ ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട. ചേച്ചേ, എന്താ ഹംസ പറയുന്നത്? പാവം തൊഴിലാളികള്. ഹംസയ്ക്കറിയോ, ഇപ്പോ ഞാനൊരു ബസ് ഓണറാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ്. ഡിപ്പോസിറ്റ് വാങ്ങിയാല് കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും. ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ്. മനസ്സിലായോ? ഞാൻ നാട്ടടുത്ത് പറഞ്ഞേ ഉള്ളൂ. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു. ഒരു 50 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ബസ് വാങ്ങി. എന്റെ പാർട്ടിയേഴ്സിന്റെ മുമ്പ് ഞാൻ നാറി പോട്ടെ. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അതിൽ നീ തള്ളിക്കളയാണെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല. കുമാരേട്ടൻ അത്രമാത്രം അന്യനായിട്ട് എന്നെ കാണരുത്. കാശും പണമൊന്നുമല്ല. എന്റെ പാർട്ട്നേഴ്സിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട്. അവർക്ക് നീ ജോലി കൊടുക്കണം. പറ്റില്ലേ പറഞ്ഞു? അല്ല, ആത്മാർത്ഥതയും കഴിവും ഉള്ളവരാണെങ്കിൽ മിടുക്കന്മാരാണ്. എങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 20 വർഷം കുന്നിലും മലയിലും ട്രക്കോടിച്ച് തഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ ചാത്തുട്ടി. അങ്ങേയറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള കണ്ടക്ടർ വത്സൻ. പിന്നെ ദയവ് ഇത് കിളിന്റെ കാര്യം പറയരുത്. അതിന് ഞാനുണ്ട്. പോട്ടെ. റൈറ്റ്. അമ്പലക്കടവ് ആളറിഞ്ഞ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. വത്സ, എന്തോ എങ്ങനെയുണ്ട് കളക്ഷൻ? തുടങ്ങുന്ന ദിവസമല്ലേ മുതലാളി, ഏതായാലും മോശം വരില്ലാന്ന് തോന്നുന്നു. ലഗേജ് തീരെ കുറവാണല്ലേ? അങ്ങോട്ടുള്ള ട്രിപ്പിൽ നല്ല ലഗേജ് ഉണ്ടാവും, ഇങ്ങോട്ട് പിന്നെ നാട്ടുംപുറല്ലേ. ഈ ലഗേജിനൊക്കെ നല്ലോണം ചാർജ് ചെയ്തോണ്ട്. അതെ, ഒട്ടും കുറയ്ക്കണ്ട. വണ്ടിക്ക് വല്ലാത്ത കുലുക്കുണ്ട്. സെൻട്രൽ ബോൾട്ടിനൊരു ഇതുണ്ടോന്നൊരു സംശയമുണ്ട്. ഏത് തകരാറ്? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ. പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഡ്രൈവറെ സ്പീഡ് തീരെ പോരാട്ടോ. നമ്മളാരാണാവോ? ആരാ? മുതലാളിയുടെ. അല്ലെന്ന് നിങ്ങൾക്ക് വിസിലടിച്ചാ ചെവിടി വെക്കൂലേ? എത്ര വിസിലടിക്കാൻ തോന്നുന്നു നിർത്തി കിട്ടാൻ? ആവശ്യത്തിനടിച്ചാ കേൾക്കും. അതെ, ഈ പാസഞ്ചേഴ്സിനോട് നല്ല പെരുമാറ്റമായിരിക്കണം. അത് പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾ നല്ല ബെസ്റ്റ് പെരുമാറ്റം അല്ലേ? പിന്നെ മുരളി, ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അങ്ങോട്ടാണ്ട് വരണേ. ഞാനൊന്നൊരു ടാക്സിക്കാരനെ കണ്ട് ഓടിയില്ലേ, അയാൾക്കൊരു 1,500 റുപ്യന്റെ പഴയ ഇടപാടുണ്ട്.
എന്ത്? കൊച്ചി കോയമ്പത്തൂരൊക്കെ മുരളിനെ തരുന്ന വകയിലെന്ന് ആ, അതിപ്പോ ഉണ്ടാവോ? ആ, നോക്കട്ടെ. ഈ പപ്പം വിശ്വാസിന് എന്തിനാ കൂടെ കൊണ്ട് ഇങ്ങനെ എടുക്കണേ? പാവം. പിന്നെ അല്ല, ഒന്നുമില്ല. അതെ, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? ബോൾട്ട് നാളെ കാലത്ത് മാറ്റിയപ്പോൾ ബോൾട്ട് അല്ല, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? ദേ പുറപ്പെടുകയായി അല്ലേ? എന്നാ ഞാൻ പോയിക്കോട്ടെ, ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട്, പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. പോ. ഓക്കെ, ബൈ. ഒരു ബസ് ഓണർ ആവുകയെന്നൊക്കെ വെച്ചാ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയാ അല്ലേ മുരളിയേട്ടാ? എന്താ ഇത്ര സംശയം? നമ്മുടെ കണ്ണ് എല്ലായിടത്തും ചെല്ലണം. ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നുകൊണ്ട് ഈ ഓഫീസിന്റെ ഇത്, ഈ ടാക്സ് മീറ്റിംഗ്, അതിലൊക്കെ നല്ല ഇതാണ്. ഇനിയിപ്പോ മധുരയിൽ ഒന്ന് പോണം പുതിയ ബസ് എടുക്കാൻ. അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ. ഞാനുണ്ടല്ലോ. ആ മുതലാളി ഉണ്ടോ? ഗൾഫ് മോട്ടോഴ്സിന്റെ മുതലാളി? യെസ്, മുതലാളി. അതെ, ഞാൻ തന്നെയാണ്. നമസ്കാരം. ആ, യെസ്. എന്റെ വീട് അമ്പലക്കടവിലാണ് സർ. ഓ, നമ്മുടെ ബസ് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം. അതെ. ഞങ്ങളുടെ പുതിയ ബസ് വളരെ താമസിയാതെ തന്നെ ആ റൂട്ടിൽ ഓടി തുടങ്ങും. തൽക്കാലം പഴയ ബസ്. പാസഞ്ചേഴ്സ്, നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസസ്. ഞാനിവിടെ കോപ്പറേറ്റീവ് പ്രസിൽ അപ്രന്റീസാ. ചെറിയൊരു സ്റ്റൈപ്പൻഡ് കിട്ടും. അത് ഒന്നിനും തികയുന്നില്ല. ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു. ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല. കണ്ടക്ടർമാരുടെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ചെയ്യാനേ ഈ മുതലാളി സമ്മതിക്കത്തില്ല. എനിക്ക് ഹാഫ് കൺസെഷന് വേണ്ടി ഒരു പാസ് എഴുതി തന്നാ വലിയ ഉപകാരമായിരിക്കും. പാസ് പറ്റില്ല. നിങ്ങൾ വിദ്യാർത്ഥിയൊന്നുമല്ലല്ലോ, ആണോ? ഞാൻ പ്രിന്റിംഗ് പഠിക്കുകയാണ്. ഈ പ്രസി ജോലി ചെയ്യുന്നവരും ബാങ്കിൽ പണിയെടുക്കുന്നവരൊക്കെ പാസ് ചോദിച്ചാലേ നാ പിന്നെ എല്ലാവർക്കും അങ്ങ് പാസ് കൊടുക്കേണ്ടി വരുമല്ലോ, അല്ലേ? കറക്റ്റ്. ഇപ്പൊ ഡീസലിന് എന്താ വില? സ്പെയർ പാർട്സിന് എന്താ വില? ഓയിലിന് എന്താ വില? അതെ അതെ. അപ്രന്റീസ് എന്ന് വെച്ചാ സ്റ്റുഡന്റ് തന്നെയാണ്. ഒന്നും പറയണ്ട. ബസ്സിന് ഇറങ്ങിയതേ ഉള്ളൂ, അതിനു മുമ്പേ തുടങ്ങി. മുതലാളിയാണെങ്കിൽ പല പല ബിസിയാ. യെസ് യെസ്. പുതിയ ബുക്ക് അല്ല, പുതിയ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി മധുരയിൽ പോണം. പിന്നെ കളക്ടറേറ്റ്, RTO ഓഫീസ്, പിന്നെ വേറെ ചില ആൾക്കാരെ കാണാനുണ്ട്. അങ്ങനെ വളരെ ബിസിയാണ്. നിങ്ങളൊന്ന് പോയി തന്നെ. ഒന്ന് ബഹളം വയ്ക്കൊന്നും വേണ്ട. ഞാൻ പിടിച്ചു പറിക്കാനും കക്കാനും വന്നൊന്നും അല്ലല്ലോ. പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. പറ്റില്ല. അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ടു. ഒരു തുക്കട ബസ്സും തുക്കട മുതലാളി. ഈ കുട്ടി എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഒരു പാസ് കൊടുക്കാമായിരുന്നല്ലേ? മുരളിയേട്ടന്റെ മനസ്സ് പെട്ടെന്ന് അലിയുന്നതാ. ബിസിനസിന് അത് പറ്റില്ല. ഒരു മുതലാളിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം വേണ്ടേ? അതെ. ലഗേജ് ഉണ്ടാവോ മോളില്? അത് എന്റെ സ്വന്തം ചാക്ക. ബാക്കി കിട്ടിയില്ലേ? എന്തൊരു അക്രമം നോക്കി. വെറുതെ ഒരു മനുഷ്യർ ടാക്സ് ഇതിന്റെ പിന്നാലെ എടുക്കാം. നമ്മൾ എന്തെങ്കിലും കൊണ്ട് ആകാശത്ത് പറക്കാൻ പോവാ. ആഗ്രഹം ഉണ്ടാവില്ല ചാത്തു പിടിച്ച. ഹംസേ, ചാത്തുകുട്ടി, നല്ല ലോഡ് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ പല പല ജംഗ്ഷനിലും ടാക്സിലും നോക്കായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗൾഫ് മോട്ടോഴ്സിന് ജനങ്ങളുടെ ശ്രദ്ധ പിടിക്കാൻ കഴിഞ്ഞു. കളക്ഷൻ എങ്ങനെ? ലോഡ് ഉണ്ടായിരുന്നു, പക്ഷെ അധികവും സ്റ്റുഡൻസും പോലീസുകാരും RTO ഓഫീസിലെ ജീവനക്കാരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് കളക്ഷൻ അല്ല, എന്നാലും മൊത്തം കളക്ഷൻ ഒരു 10,000 കവിയല്ലോ. ഈ എന്തിനാണ്ട് ഇതൊക്കെ അന്വേഷിച്ചെടുക്കണ്? അതിന് വേറെ അല്ല ഇവിടെ. മുരളി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ? ഈ ടാക്സി മുടിച്ച് നാട് മുഴുവൻ ചുറ്റിട്ട് എന്താ കാര്യം? ഈ ബസിന്റെ കളക്ഷൻ മുഴുവൻ കാറിന് കൊടുക്കേണ്ടി വരുമല്ലോ. ഒന്നുമില്ല, ഇന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് എടുത്തല്ലേ. നാളെ മുതൽ എല്ലാ ട്രിപ്പിലും ബസ്സിൽ ഞാനുണ്ടാവും. ഞാനും. ഈ ഓണറും പാസഞ്ചേഴ്സും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നത് എപ്പോഴും നല്ലതാ, അല്ലേ വത്സ? അതെ അതെ. ഓ, ബസ്സാണല്ലേ? ഹലോ ഹലോ, അത് വേണ്ട കേട്ടോ. ആര് പറഞ്ഞിടാ മനുഷ്യന് മാർഗതടസ്സം സൃഷ്ടിക്കാൻ ബസ് ഇവിടെ കൊണ്ടിടാൻ? നാളെ മുതൽ ബസ് ഇവിടെ കൊണ്ടിട്ട ഞാൻ അതിനെ ഇടിച്ച് തല്ലിപ്പൊളിയാക്കും. നോക്കിക്കോ, ഞാൻ ആരാണെന്നറിയാവോടാ? ഞാൻ ഇവിടെ വന്നേ പിന്നെ
ഈ നാട് അത്ര സുഖകരമാണെന്ന് തോന്നുന്നില്ലല്ലോ. അയ്യോ ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല, എല്ലാരും വളരെ ഹാപ്പിയാണ്. ദേ കണ്ടില്ലേ